ബദാം, അണ്ടിപ്പരിപ്പ്, സോപ്പ്, സ്പ്രേയ്. ഇതിനകത്തൊരു സാധനം മിസ്സിംഗ് ആണല്ലോ. ആ മിസ്സിംഗ് ആയത് ഞാനല്ലേ പൊന്നെ. ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങളല്ല മിസ്സായത് മിസ്റ്റർ. എന്റെ പൊന്ന് സുലു, ഇന്നലെ ഈ സാധനങ്ങളുടെ കൂടെ ഞാനും ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. എന്നെയും കൂടി ഒന്ന് നോക്കടി. ഞാൻ എപ്പോഴും വീഡിയോ കോളിൽ കാണണല്ലേ, ഞാൻ ഇതൊക്കെയല്ലേ കാണാത്തത്. ഈ സാധനങ്ങൾ മേടിച്ചെടുത്താ എന്നെ വേണം ആദ്യം തല്ലാൻ. സോറി ചേട്ടാ, ഭർത്താവിനെ തല്ലുന്ന ഒരു സ്ത്രീയല്ല ഞാൻ. വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. അതെയോ ചേട്ടാ? എന്റെ പൊന്നു സുലു, അതെ ചേട്ടാ, നിങ്ങൾ 2 കൊല്ലം പോയി ഗൾഫിൽ കിടന്നിട്ട് മേടിച്ചോണ്ട് വന്നേക്കണ എല്ലാ സാധനവും ഇവിടെ കിട്ടണതാ. നിങ്ങൾക്ക് ഗൾഫിൽ മാത്രം കിട്ടണ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നൂടെ? ഗൾഫിൽ മാത്രം കിട്ടുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താ ചേട്ടാ? അതാണ് അറബി. അത് ചേട്ടാ, ഈ ഗൾഫാരെന്തിനാ ഗൾഫീന്ന് വരുമ്പോ ഈ ടൈഗർ ബാം ഉണ്ടെന്നെ? അതെല്ലാ ഗൾഫാരും ഗൾഫിൽ നിന്ന് വരുമ്പോ ഇതുപോലുള്ള തലവേദന ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. എന്നാ തലവേദന മാറാൻ പശുവിൻ പാലിലൊരു ചായ എടുക്കട്ടെ? എന്റെ പൊന്നു സുലു, പശുവും പാലിൽ ചായ കുടിച്ച് ഞാൻ മടുത്ത്. അതിനവിടെ പാല് സൊസൈറ്റി ഒക്കെ ഉണ്ടോ ചേട്ടാ? കൊള്ളാം, പാൽ സൊസൈറ്റി ഉണ്ടോന്ന്. ഇവിടുത്തെ പാൽ സൊസൈറ്റിന്റെ പേരെന്താ? മിൽമ. പക്ഷെ അവിടെ അതല്ല, അവിടെ അൽമ. അല്ലാണല്ലോ. അല്ല, ഞാൻ വന്നപ്പോ ഇവരെ നീ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞോ? മറന്ന്. ഞാൻ ഇപ്പൊ വിളിച്ച് പറയാവേ. എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. ഹലോ അച്ഛാ. അച്ഛനോട് ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്റെ 2ാം വയസ്സില് ഞാനൊരു കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞു. അച്ഛൻ എനിക്കത് വാങ്ങിച്ചു തന്നില്ല. ഇനി അതുകൊണ്ട് അച്ഛനും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അമ്മയോട് പറഞ്ഞേക്ക്. ഇടി, നീ എന്താ പറയുന്നേ? 2ാം വയസ്സിൽ നിനക്ക് കളിപ്പാട്ടം മേടിച്ചെന്നില്ല പറഞ്ഞോണ്ട് 35ാമത്തെ വയസ്സിലാണോ പിണങ്ങുന്നേ? പിണങ്ങാൻ വേറെ കാരണം കിട്ടണ്ടേ? ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. ഇപ്പൊ പിണങ്ങിയില്ലെങ്കിലേ അവരെല്ലാവരും കൂടെ ഇങ്ങടേക്ക് വരും. പിന്നെ ഈ സാധനങ്ങൾ മൊത്തം കൊടുക്കേണ്ടി വരും. ഞാൻ കൊടുക്കൂല, ഇതെനിക്ക് മാത്രമുള്ളതാ. ഭാഗ്യം എന്റെ വീട്ടുകാരെ വിളിച്ച് വിഷമിപ്പിക്കാത്തത്. എന്നാ നിങ്ങൾക്ക് അത്ര ഭാഗ്യമില്ല. നിങ്ങൾ പോയെന്ന് ഞാൻ അവരെ മിണക്കി. എന്ത് പറഞ്ഞ്? നിങ്ങളെ പോലെ ഒരു പൊട്ടനെയാണല്ലോ കെട്ടിച്ചെന്നും പറഞ്ഞു. അയ്യോ മക്കളെ, മണികണ്ട കൊറേ സാധനം ഉണ്ടല്ലോ, ചാക്കെടുത്ത് വരണ്ടായിരുന്നു. ഇതല്ല മക്കള്, അതാണ് മക്കള്. മക്കളെ മണികണ്ട വീണ്ടും വന്നടാ. മക്കളെ സുഖമല്ലേ? സുഖം. അറബിയൊക്കെ എന്തു പറയുന്നു? അറബി അറിയണു, പിന്നെ മലയാളം പറയാൻ പറ്റും. നിനക്ക് വിമാനത്തിലിരിക്കാൻ സീറ്റൊക്കെ കിട്ടിയാ? അഥവാ നിന്നാണോ വന്നത്? അല്ല, ബോർഡിലെ തൂങ്ങി പിടിച്ചാണ് വന്നത്. നിന്നാണോ വന്നിരുന്നെങ്കിലേ നിന്റെ ഊപ്പാടളകിയാനെ. ചില്ലറ ദൂരമൊന്നുമല്ലല്ലോ ഗൾഫ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അണ്ടിപ്പരിപ്പ്, ആ സോപ്പ്, ആ സ്പ്രേ. മക്കളെ, ഗൾഫിൽ കിടന്നിട്ട് ഈ അമ്മാവനെ നീ മറന്നില്ലല്ലേ? അമ്മാവന് ചേർന്ന് ഉടുപ്പൊക്കെ എടുത്തിട്ടാ വന്നത്. ഞാൻ ഇട്ടു വെക്കട്ടെ. നിങ്ങൾക്ക് ആരെ മനുഷ്യ എങ്ങനെ ഒരു അമ്മാവന് തന്നത്? അത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത്. നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ ഒരു അമ്മാവനെ? ഇത് എന്റെ അമ്മാവനൊന്നല്ല. അയ്യോ, ഇത് പോളി ഡ്രസ്സാണ്. ഇത് ഗൾഫിത്തെ അറബിയുടെ ഡ്രസ്സാണെന്നാ തോന്നുന്നേ. ഇതിട്ടാ ഷഡ്ഡി ഇടണ്ട, ലുങ്കി ഇടണ്ട. ഓ, നിന്റെ പറച്ചിൽ കേട്ടാൻ തോന്നും ഏത് എന്റെ അമ്മാവനാണെന്ന്. ഞാൻ നിന്റെ മാത്രം അമ്മാവൻ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അമ്മാവൻ അറിയില്ലല്ലോ. ഇതൊക്കെ ഈ അമ്മാവനെ പിടികിട്ടിയില്ല. നമ്മുടെ തെക്കേല ലീലേരെ മോളെ ഭർത്താവ് സുധാകരൻ. സുധാകരന്റെ നാത്തൂരെ മോളെ പെങ്ങള് അപ്പുറത്തെ വീട്ടിലെ അങ്ങനെയുടെ മോന്റെ മോൻ ആര്? രമണേട്ടന്റെ അപ്പുറത്തെ വീട്ടിലെ അങ്ങനെയൊരു മോന്റെ മോള് അനിയന്റെ മോൻ ആര്? രാജേട്ടന്റെ അപ്പുറത്തെ വീട്ടിലെ മോളെ മോൻ ആര്? നമ്മുടെ രമണന്റെ വീട്ടില് അടുത്തുള്ള ഒരു വാസു അമ്മാവനാണ് ഈ അമ്മാവൻ. ഞാനങ്ങ് പേടിച്ച് ഇത് പറഞ്ഞു തീരുമ്പോഴേക്ക് എന്റെ ലീവ് തീരുമെന്ന്. ഇത്രയും അടുത്ത് ബന്ധുവായ ഈ അമ്മാവന് ഇവന് പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ ഇവന്റെ അകന്ന ബന്ധുവിന്റെ ഒരു അവസ്ഥ കഷ്ടം. അതെ, അമ്മാവൻ എത്ര നേരം എങ്ങനെ നിക്കുന്നത്? അമ്മാവൻ അവിടെ ഇരി. ഇങ്ങോട്ട് വന്നേ. അർച്ചിലേട്ടേ, ഇത് അമ്മാവനൊന്നല്ലാതെ തോന്നണേ. നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വന്ന അമ്മാവന്റെ ഫിഗർ പിടിച്ച് ഏതോ ഒരു മിമിക്രിക്കാരനാണെന്നാ തോന്നണേ. നിങ്ങൾ ആരെങ്കിലും വിളിച്ചു ചോദിച്ചേ? അത് നല്ലൊരു ഐഡിയ. നമുക്കേ അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിയണല്ലോ.
ഹലോ ലീല കൊച്ചമ്മേ, നമ്മുടെ ബന്ധത്തില് ഈ വാസു എന്ന് പറഞ്ഞിട്ട് വല്ല അമ്മാവന്മാരുണ്ടോ? കാണാൻ എങ്ങനെയാന്നോ? കാണാനൊരു സുന്ദരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അടിക്കും. ഇത് ഭൂമിയിൽ എവിടെ ഇല്ലാത്തൊരു രൂപാണല്ലോ ഈശ്വര. ആണോ? വിളിക്കണേ. ശരി. ലീലക്കൊച്ചമ്മ എന്ത് പറഞ്ഞു? അവരുടെ അറിവിലില്ല, അവര് പഞ്ചായത്ത് മെമ്പർ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അല്ല അമ്മാവ് ഇപ്പൊ എന്തിനാണ് വന്നത്? എനിക്ക് ഈടെയായിട്ടേ തീരെ വയ്യ. അതമ്മാവനെ ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി തീരെ വയ്യെന്ന്. എടാ അതല്ല, എനിക്ക് ഈ കട്ടിലേക്ക് എടുക്കുമ്പോഴേ ഈ ഭാഗത്ത് ഭയങ്കര കുത്തി കുത്തി വേദന. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറയാ 2 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ചെയ്യണോന്ന്. എന്നിട്ട് ചെയ്ത അമ്മാവാ? എന്നിട്ട് ചെയ്തു. എന്നിട്ടും എനിക്ക് ഈ കട്ടിലേക്ക് എടുക്കുമ്പോ ഇവിടെ കുത്തി കുത്തി വേദന മാറണ്ടേ? ഈ 2 ദിവസം മുമ്പാണ് എനിക്ക് ആ കുത്തി കുത്തി വേദന മാറിയത്. അതെങ്ങനെ മാറി? ഞാൻ കട്ടില് മൂട്ടക്കുള്ള മരുന്ന് മേടിച്ചടിച്ച്. അപ്പൊ അത് മാറിയെന്നേ. അയ്യോ പാവം. ഡയലോഗും തെറ്റിച്ചിട്ട് അയ്യോ പാവം കൈ നിട്ട് കളിക്കല്ലേ. അമ്മാവ ശരിക്കും ഇപ്പൊ ഇവിടുന്ന് എന്തിനാ വന്നത്? എനിക്ക് ഈടെയായിട്ടേ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കാല് താഴെ വെക്കുമ്പോ ഭയങ്കര കാലിനും കുത്തി കുത്തി വേദന. അത് ലേശം ഉറുമ്പോടി ഇട്ടാ മതി. എടാ അതല്ല, ഞാൻ വൈദ്യനെ കാണിച്ചപ്പോ വൈദ്യം മാറിയ തൈലം എടുത്ത് വെച്ചാ മാറൂന്ന്. എനിക്ക് തൈലം മേടിക്കാൻ 2 ലക്ഷം രൂപ. ഒരു തൈലം മേടിക്കാൻ 2 ലക്ഷം രൂപ? എടാ ഒരു തൈലം അല്ല, കൊറേ തൈലം മേടിച്ച് വീട്ടിൽ വെച്ചാലേ നിങ്ങളോട് പൈസയും ചോദിക്കണ്ട, വേദനയ്ക്കും എടുത്ത് തേച്ചാലും പോരെ. അമ്മാവനൊന്ന് ഇറങ്ങി പോയേ. നേരത്തെ വിളിച്ച കൊച്ചമ്മ വിളിക്കുന്നു, ഞാൻ എടുത്തിട്ട് വരാം. എടി എടി, ഈ മണികണ്ഠൻ ഈ അമ്മാവനായിട്ടുള്ള ബന്ധം നിനക്കിപ്പൊ മനസ്സിലാവും. പോയി കേക്ക്. എന്തായി കൊച്ചമ്മ അറിഞ്ഞോ? അപ്പൊ നമ്മുടെ അമ്മാവനല്ലെന്നോ? അങ്ങനെ ഒരു പഞ്ചായത്തിൽ അങ്ങനെ ഒരു ആളെ ഇല്ലെന്നോ? ആഹാ, അവൻ കള്ളനായിരിക്കാൻ സാധ്യതയുണ്ടെന്നോ? എന്നാ അവ ഇവിടെ കടന്ന് ഉരുളും. അവനെ ഞാൻ ഇന്ന് ശരിയാക്കും. കൊച്ചമ്മ വൈ വൈ വൈ. ഈ നിൽക്കുന്നത് നമ്മുടെ അമ്മാവനല്ലെന്ന്. അതിനെവിടെ? ഞാനിങ്ങ് പോയി. ബൈ ബൈ. ചേട്ടാ നീ പേടിക്കണ്ടീ, നീയല്ലേ പറഞ്ഞ് ആ സാധനങ്ങൾ മൊത്തം ഇവിടെ മേടിക്കാൻ കിട്ടുന്നു. ഇനി നമുക്ക് ഇവിടെ മേടിക്കാം. അയ്യോ സൂപ്പർ സൂപ്പർ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരുടെ പെർഫോമൻസ്? വലിയൊരു കൈയടി. എല്ലാ മലയാളികൾക്കും റിലേറ്റ് ചെയ്യണത് ഒരു സബ്ജക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്. സ്പെഷ്യലി നമ്മളെല്ലാരും ഈ അമ്മാവന്മാര് വരുമ്പോ അവിടെ ആ ഒരു വീട്ടിൽ പോവുക, ഓടുക, എന്ത് കിട്ടുന്നു, എന്താ കൊണ്ടുവന്നെന്ന് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. സോ വലിയൊരു കയ്യടി. നല്ലൊരു രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാറ്ററി എന്തായാലും ചാർജ് ആയിട്ടുണ്ട്. നല്ല പൈസമായിട്ടേ നിങ്ങൾ തിരിച്ചു പോകും. അത് അറിഞ്ഞാ മതി. ഡീലാണേ. ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ടൊക്കെ പാടിയാലോ നമുക്ക്? പാട്ടൊക്കെ പാടി ഈ ഒരു മൂഡൊന്ന് മാറ്റി നല്ലൊരു ജോളിഫുൾ മൂഡിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? നമുക്ക് പാട്ടൊക്കെ പാടാം. ആരാ പറയാ? നിമ്ര പാട്ട് പാടുവോ? ശരി, വാ എല്ലാരും നല്ലൊരു കൈയടി കൊടുത്തേ. ഓക്കെ നിമ്ര പാടിക്കോ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ പൂക്കാലം കളിയാടാനീ കിളിമരത്തണലോരം കളിയാടാനീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, കൂടാടില്ലല്ലോ. എന്താ വാവിച്ചിന്റെ പേര്? നസ്നിയോ? നസ്നി എവിടുന്നാ വരുന്നേ? ചോണങ്ങമ്പേലി. അടിപൊളി. ഇത് ആക്ച്വലി നിമ്രയുടെ ഉമ്മയല്ലേ? കൊള്ളാലോ, നിങ്ങൾ രണ്ടുപേരും കലാപരമായിട്ട് അടിപൊളിയാണല്ലോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിങ്ങനെ കൊച്ചു പിള്ളേരുടെ വോയിസില് പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ വർത്താനം പറയാറുണ്ടോ? പണ്ടൊക്കെ നിമ്രസ് ചെറുതാണെന്നപ്പോ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുമ്പോ ചിരിക്കൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ പുച്ഛല്ലേ? ഇപ്പൊ കാണിക്കുമ്പോ പറയും ഉമ്മിക്കൊന്നും അനങ്ങാതിരുന്നാ വേറെ പണിയില്ലല്ലോ. നിമ്ര പെർഫോം ചെയ്യാൻ വരുമ്പോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാനിപ്പൊ ഇങ്ങോട്ട് കേറാൻ നേരത്തെ എനിക്ക് ടെൻഷനാവും. ഇപ്പൊ മനസ്സിലായോ അവസ്ഥ എന്ന് പറഞ്ഞു. നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് ആയി എന്നുള്ളത് അറിയണ്ടേ? നെഞ്ചില്. അതെ, അപ്പൊ കുഴപ്പമില്ലായിരുന്നു.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീട്ടിൽ നിന്ന് നമുക്ക് മാറി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ആ വീട്ടിലേക്ക് അങ്ങ് പോയാലോ? ആ കൊട്ടാരത്തിലേക്ക് പോയാലല്ലേ ബാറ്ററി ഒക്കെ കാണാൻ പറ്റുള്ളൂ. ശരി, വീട് മാറി കൊട്ടാരം വരട്ടെ. ഇനി നമുക്ക് ബാറ്ററി കാണാം. എത്രത്തോളം നിങ്ങൾ ഞങ്ങളെ ചാർജ് ചെയ്തു എന്നുള്ളത് നോക്കാം. ദേ പുറകോട്ട് നോക്കിക്കോ, ബാറ്ററി വരട്ടെ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നല്ലൊരു ബാറ്ററി ചാർജ്. അതെ. 15,000 റുപ്പീസ് എന്ന് പറഞ്ഞാല് വലിയൊരു തുക തന്നെയാണ്. എന്ത് തോന്നുന്നു നിമ്ര? സന്തോഷം തോന്നുന്നു. അല്ല, നമ്മൾ അപ്പൊ പറയണം അടുത്ത പ്രാവശ്യം ഇത് ഡബിൾ ആക്കും. ബാറ്ററി ചാർജ് ചെയ്തിട്ട് പിന്നെയും ചാർജ് ചെയ്യും. ചേച്ചി, ഇവരുടെ അക്കൗണ്ടിലേക്ക് 15,000 ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മ ഉമ്മേന്റെ അക്കൗണ്ടിലിടാം. കൊടുക്കണം നമ്മുടെ പിള്ളേർക്ക് കേട്ടോ. അതെ, അത് കഴിഞ്ഞ് എന്താ ഒരു മിനിറ്റ്. തള്ളവളകളെ മോതിരം തെറിച്ച് ലൈറ്റ്. ഓക്കെ, റെഡി ആൻഡ് ദാ. ക്രെഡിറ്റ് ആയി. ഇവിടുന്ന് സൗണ്ട് ഒക്കെ കേട്ടു, ക്രെഡിറ്റ് ആയി. അത് എന്തായാലും ഫോണിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും ഹാപ്പി ആയില്ലേ? ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത തവണ ചാർജ് ചെയ്തിട്ട് പോയോ? ചാർജ് ചെയ്തിട്ട് വരുമോ? ഓക്കെ. നിങ്ങൾ ഉഷാറില്ലല്ലോ. ഉഷാറുണ്ട്. ആണോ? എന്നാ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ബ്രേക്ക് പറഞ്ഞേ. കോമഡി മാസ്റ്റേഴ്സ്